ഇന്ന് രാവിലത്തെ ഭക്ഷണം പുട്ടാണ് കേട്ടോ. ഒരുവിധം ഉണ്ടാക്കാൻ എളുപ്പമുള്ളൊരു ഭക്ഷണമാണ് പുട്ട്. പുട്ടിന് കൂട്ടായി കടലയും. അതിനായി 10 മണിക്കൂർ കുതിർത്ത കടല കുക്കറിൽ ചേർത്ത് അല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളം എന്നിവ ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക. കുക്കറിൻ്റെ ആവി പോയ ശേഷം 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് ഒന്നുകൂടി ചൂടാക്കുക. സൈഡ് ബൈ സൈഡ് ഇവിടെ പുട്ടിൻ്റെ പരിപാടിയും നടക്കുന്നുണ്ട് കേട്ടോ. കുറേശ്ശെ വെള്ളമൊഴിച്ച് അരിപ്പൊടി നന്നായി നനച്ചെടുക്കാം. പുട്ടിൻ്റെ പാകം എന്ന് വെച്ചാൽ കുഴച്ചതിന് ശേഷം ഉരുളകളാക്കി പിടിക്കാനും പറ്റണം. അതേസമയം കൈവച്ചുടച്ച് കഴിഞ്ഞാൽ പൊടിയായും മാറണം. അതാണ് പുട്ടുപൊടി നനയ്ക്കുന്നതിൻ്റെ കറക്റ്റ് പരുവം. കടല താളിക്കാനായി ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. അതിനുശേഷം കടുക്, ജീരകം എന്നിവ നന്നായി മൂപ്പിച്ച ശേഷം പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർക്കുക. കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് വഴറ്റി വേവിച്ച് മാറ്റി വെച്ച കടല ചേർക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് അതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കുക. നന്നായി വെള്ളം വറ്റിയ ശേഷം കുറച്ചായി വീണ്ടും വെള്ളം ചേർത്ത് വേവിക്കുക. ഇങ്ങനെ 2 തവണ ചെയ്ത് നമുക്കാവശ്യമായ ചാറ് ക്രമീകരിക്കുക. ഇന്ന് അരിപ്പുട്ടും റാഗിപ്പുട്ടും ഉണ്ടാക്കി. നല്ല ആവി പറക്കുന്ന ചൂട് പുട്ടും കടലയും കാപ്പിയും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു.